ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 12 8 9 വാക്യത്തിൽ അബ്രഹാമിൻ്റെ യാഗം കഴിച്ചതിനെ പറ്റിയാണ്. അവിടെയാണെങ്കിൽ അവിടെ പറയുന്നത് യാഗപീഠം പണിതു, എന്നിട്ട് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇവിടെ വന്നപ്പോൾ മുമ്പുള്ളതിലൊക്കെ ആരാധനയെ പറ്റി പറഞ്ഞു, യാഗത്തെ പറ്റി പറഞ്ഞു, യാഗപീഠത്തെ പറ്റി പറഞ്ഞു, എല്ലാം പറഞ്ഞെങ്കിലും ഇവിടെ വന്നപ്പോൾ യാഗപീഠം പണിത് യാഗം ചെയ്ത് എന്താ പറയുക, യാഗം നടത്തുക മാത്രമല്ല യഹോവയുടെ നാമത്തിലുള്ള ആരാധനയും നടക്കുന്നതിൽ കാണാം. അപ്പോൾ ഇവിടെ ഈ പ്രസ്താവിച്ച യാഗങ്ങളിൽ ഒന്നും, അല്ലെങ്കിൽ ആരാധനയാവട്ടെ, ഒന്നും കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ആരാധന എന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ദൈവത്തിനെ പറ്റി ദൈവത്തിൽ പറയുന്നില്ല. പക്ഷേ എല്ലായിടത്തും യാഗം കഴിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ആരാധിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അതുപോലെ യാഗം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു മൃഗത്തെ കൊല്ലുന്നതാണ്. പക്ഷേ ആ മൃഗത്തെ എങ്ങനെ കൊല്ലണമെന്നോ എന്താണ് അത് കൊല്ലുന്നതുകൊണ്ടുള്ള ആ കൊല്ലുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ യാഗം കഴിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അവന് കിട്ടുന്ന എന്താണ് അതുകൊണ്ടുള്ള പ്രിവിലേജ്, അവരൊന്നും അതിനെക്കുറിച്ച് അത് കാണുന്നില്ല. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മോശയാൽ പിടിപ്പിക്കപ്പെട്ടുകൊണ്ട് കാനാനികളുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും ദൈവം അവർക്ക് നിയമങ്ങൾ, കൽപ്പനകൾ, അതുപോലെ ആലയത്തിൻ്റെ പണിയെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച്, പിന്നീട് അങ്ങോട്ടുള്ള എന്താ പറയുക ബുക്കുകൾ, പുറപ്പാട്, ലേവ്യസ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എന്താ പറയുക, എങ്ങനെയായിരിക്കണം ആരാധിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം യാഗം കഴിക്കേണ്ടത്, മൃഗത്തെ എങ്ങനെ അറുക്കണം, അങ്ങനെയുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും പിന്നീടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ പഠിപ്പീരലുകളിലാണ് യാഗം എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു മൃഗത്തെ കൊല്ലൽ മാത്രമല്ല, അതിലൂടെ ചില കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിലൂടെ നമുക്ക് ചില രക്ഷ സംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്ഷയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ നീതീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് നടക്കുന്നുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് പിന്നീടുള്ള ആ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുറപ്പാട് തൊട്ട് പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇസ്രായേൽ മക്കളെ ശരിക്കും പറഞ്ഞ അതൊരു രാജ്യം, അതായത് കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. കനാൻ അവർക്കുള്ള രാജ്യമാണ്, അവരുടെ രാജ്യമായിട്ടാണ്. അപ്പോൾ ആ രാജ്യത്തിലേക്ക് ചെല്ലുന്നവർക്കുള്ള ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയുടെ നിയമങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് നിയമങ്ങളും ഈ തുടർന്നുള്ള എല്ലാ ബുക്കുകളിലുമായിട്ട്, അതായത് പുറപ്പാട്, ലേവ്യ, സംഗീതത്തിലൊക്കെ ആയിട്ട് കൃത്യമായി ദൈവം പഠിപ്പിക്കുന്നുണ്ട് അവരെ. നമ്മളും ഈ രണ്ട് നിയമങ്ങളെയും രണ്ടാക്കി തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒന്ന്, രാജ്യത്തിന് എന്താ പറയുക അകത്തുള്ള ഫിസിക്കലായിട്ടുള്ള നിയമങ്ങൾ, അതായത് കൊല്ലാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, പിടിച്ചുപറിക്കാൻ പാടില്ല, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പ്രദേശം ഒക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷകൾ, അങ്ങനെ വന്നിട്ടുള്ള എന്താ പറയുക ഭൗതികമായിട്ടുള്ള ആ രാജ്യത്ത് എന്താ പറയുക രാജ്യത്ത് ജീവിക്കുമ്പോൾ അവർ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്നും നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ കാണുവാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയുടേതായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങൾക്കെല്ലാം അതാത് രാജ്യങ്ങളുടേതനുസരിച്ചുള്ള ഈ നീതിന്യായ വ്യവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ രണ്ടാമത് കൊടുക്കുന്ന, അതായത് യാഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും നോക്കിയാൽ അതൊരു ആത്മീയമായിട്ടുള്ള വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു വിടുതൽ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന ആ ഒരു കാര്യമാണ് അതിലൂടെ നടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഇന്ന് നമ്മൾ നിലവിലുള്ള, അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ളതാവട്ടെ, അതിന് മുമ്പ് നിലവിലുള്ളതാവട്ടെ, അങ്ങനെയുള്ള ഒരു എന്താ പറയുക രാജ്യത്തും ഈ ആത്മീകമായിട്ടുള്ള ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കോ അല്ലെങ്കിൽ വിടുതലിനോ വേണ്ടിയുള്ള യാതൊരു നിയമങ്ങളും നമ്മൾ കാണുന്നില്ല. അതൊരു പരിധിവരെ പറയുകയാണെങ്കിൽ ആത്മീയ നിയമങ്ങൾ നമ്മൾ എന്താ പറയുക തെറ്റിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കാതിരുന്നാൽ അതുകൊണ്ട് ആ രാജ്യത്തിന് യാതൊരുവിധ പ്രയാസങ്ങളുമില്ല. കാരണം ആത്മീയമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ദൈവവുമായിട്ട് നിരക്കേണ്ട കാര്യങ്ങളാണ്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ അത് നമ്മൾ ദൈവത്തോടെ അതിൻ്റെ തെറ്റ് സംഭവിക്കും. എന്നാൽ നമ്മുടെ ലോകപരമായിട്ടുള്ള നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അത് നമ്മൾ തെറ്റിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അത് മറ്റു വ്യക്തികൾക്ക് കൂടി അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുമാത്രമല്ല, ആ വ്യക്തികൾ ആ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ നിയമങ്ങളനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഈ യാഗത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു ആത്മീയ വിഷയമാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയ വിടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള ലോകാത്മകപരമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ഈ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്ന ആ നിയമത്തെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കും നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ തുടങ്ങിയത് പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തിയിലൊക്കെ യാഗം കഴിച്ചു എന്നും ദൈവത്തെ ആരാധിച്ചതൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ നിയമങ്ങളോ നിയമവസ്തുക്കളോ ഒന്നും ഇല്ല. പക്ഷേ പുറപ്പാടിൻ്റെ പുസ്തകം തുടങ്ങിയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നത്. അപ്പം അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നു, ആ മനുഷ്യൻ മൃഗത്തെ കൊണ്ടുവരുന്നു, ആലയത്തിൽ കൊണ്ടുവരുന്നു, അതിൻ്റെ തലയിൽ കൈവയ്ക്കുന്നു, യാഗമൃഗത്തെ എന്താ പറയുക യാഗം കഴിക്കുന്നു, അതിനെ കൊല്ലുന്നു. പിന്നീട് പുരോഹിതൻ ചെയ്യേണ്ട കുറേ ശുശ്രൂഷകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ പുരോഹിതൻ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വ്യക്തി നീതീകരിക്കപ്പെട്ടവനായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. ഇവിടെയാണ് നമ്മുടെ ചിന്ത വരുന്നത്. കാരണം മാനുഷികമായി ചിന്തിച്ച, അല്ലെങ്കിൽ ഇപ്പം യുക്തിവാദികളോ ദൈവമില്ല എന്ന് പറയുന്ന അവരുടെ ആ ഒരു വാദപ്രകാരം ചിന്തിച്ച, ഒരു മൃഗത്തെ ഒരു മനുഷ്യൻ കൊല്ലുന്നു, അവൻ നീതീകരിക്കപ്പെടുകയാണോ ചെയ്യണത്, അതോ അവൻ ഒരു കൊലപാതകം, അതായത് മൃഗത്തെ കൊല്ലുന്നതോടുകൂടി കൂടുതൽ പാപിയായി തീരുകയാണോ ചെയ്യുന്നത്? സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു മൃഗത്തെ കൂടെ കൊന്നു കഴിഞ്ഞാൽ അവൻ കൂടുതൽ പാപിയായി തീരുകയാണ് വേണ്ടത്. അതുമാത്രമല്ല, നമ്മൾ യുക്തിവാദികളൊക്കെ കൂടുതൽ പറയുന്നതായിട്ടുള്ള രക്തദാഹിയായ ദൈവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മൃഗത്തിൻ്റെ തലയിൽ കൈ വെച്ചിട്ട് അതിനെ യാഗം അർപ്പിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി അത് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. എന്നാലേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഒരു പരിധി വരെ ഈ എന്താ പറയുക യാഗം കഴിച്ച് നീതീകരിക്കപ്പെട്ടവനായി പോകുന്നതിന് അതിൻ്റെ വേറൊരു വേർഷനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അതായത് അതാത് രാജ്യത്തിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരു രാജ്യത്ത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. ആ കുറ്റകൃത്യം ചെയ്തതായിട്ട് ആ വ്യക്തിയെ പിടിക്കപ്പെടുകയാണ്. പിന്നീട് കോടതിയിൽ ചെല്ലുന്നു, വിചാരണ കഴിക്കുന്നു. അതിനുശേഷം ആ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ജഡ്ജി ആ കേസിന്മേൽ ഒരു ശിക്ഷ പ്രകടിപ്പിക്കും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തി ചെയ്ത കുറ്റത്തിന് നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 വർഷം തടവാണ് ആ വ്യക്തിക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തി ആ തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്ത നിമിഷം തുടങ്ങിയിട്ട് കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ് ശിക്ഷാവിധി പൂർത്തിയായി, എന്താ പറയുക, അതിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള എല്ലാ എന്താ പറയുക ശിക്ഷകളും അനുഭവിച്ച് അതിൻ്റെ ആ കാലാവധി പൂർത്തി ആക്കി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആ ചെയ്ത തെറ്റിൽ നിന്നും പൂർണ്ണമായും വിടുതൽ പ്രാപിച്ചൊരു വ്യക്തിയാണ്. കാരണം ആ വ്യക്തിയെ പിന്നീട് ഒരു പോലീസിനോ കോടതിക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണോ ആ വ്യക്തി ചെയ്ത തെറ്റ്, ആ കുറ്റകൃത്യത്തിന് മറുവിലയായി അല്ലെങ്കിൽ അതിന് പാരിതോഷികമായിട്ട് താൻ ചെയ്യേണ്ടിയിരുന്നത് ആ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്തായിരുന്നോ അതനുസരിച്ചുള്ള ആ ശിക്ഷ അനുഭവിച്ച് സ്വതന്ത്രനായി തീർന്നു. ഇനി സ്വതന്ത്രനായി തീർന്നു കഴിഞ്ഞ വ്യക്തി, അതായത് ജയിലിൽ എന്താ പറയുക 1 വർഷത്തെ തടവ് ശിക്ഷയാണെങ്കിൽ അത് കഴിഞ്ഞ് ഈ 1 വർഷം പൂർത്തിയാക്കി പുറത്തിറങ്ങി കഴിയുന്ന ആ വ്യക്തി ആ രാജ്യത്തുള്ള ഏത് വ്യക്തികളെ പോലെ തന്നെ സ്വതന്ത്രനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ തെറ്റിൻ്റെ ശിക്ഷാവിധി പൂർത്തീകരിച്ചു ആളിപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഒരു യാഗത്തിൽ ഒരു വ്യക്തി എന്താ പറയുക അത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ആത്മീയമായിട്ടുള്ളൊരു രക്ഷയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ദൈവത്തോടാണ് നിരപ്പ് പ്രാപിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിലാവട്ടെ, നമ്മുടെ മനസ്സുകൊണ്ടാവട്ടെ, പ്രവൃത്തി കൊണ്ടാവട്ടെ, എന്തുകൊണ്ടാവട്ടെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും
അത് ആരോടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ആ പാപം ഏത് നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതിന് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 11, 12 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാവീദും ബേർശിബയും തമ്മിലുള്ള സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്ന ആ കാര്യമല്ല. ഈ ഒരു കാര്യം നടന്നതിന് ശേഷം നാഥാൻ പ്രവാചകൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു, ചെന്ന് ദാവീദിനോട് പറയാൻ പറഞ്ഞിട്ട് നാഥാൻ വന്നു. നാഥാൻ വന്നിട്ടും ഡയറക്റ്റായിട്ട് കാര്യം പറയുന്നില്ല. ഒരു കഥ പോലെ ഒരു ധനവാന്റെയും ഒരു ദരിദ്രൻ്റെയും ആടിൻ്റെയും കഥ പറഞ്ഞിട്ട് ഫൈനലി അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നാഥാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ദരിദ്രൻ്റെ ഒരു ആടിനെ കൊന്ന കാര്യമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അത് ദാവീദ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. 2 ശമൂവേൽ 12-ന്റെ 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് പറയുന്നുണ്ട്.